ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഓണമൊക്കെ നല്ലപോലെ ആഘോഷിച്ചല്ലോ അല്ലേ? എനിക്ക് ഓണത്തിൻ്റെ വീഡിയോസൊന്നും ഒരുപാട് ഇടാൻ പറ്റിയില്ല, ഒന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഇടാനേ. അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നറിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസമൊന്നും എനിക്ക് വീഡിയോസ് അങ്ങനെ എടുത്തിടാൻ പറ്റിയില്ല, എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ഇന്ന് രാവിലെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്തത്. അപ്പം വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു. നമ്മൾ ഗ്രീൻ പീസ് ഞാൻ രാവിലെ വെള്ളത്തിലെടുത്തിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് ഒരുവിധം കുതിർന്നായിരുന്നു. ഒരു 7-8 മണിക്കൂറത്തേക്ക് ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു. ഗ്രീൻ പീസിൻ്റെ കൂടെ പൊട്ടറ്റയും കൂടെ ചേർത്ത് ഒരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ കഴുകി ഞാൻ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിക്കാൻ വെച്ചേ. അപ്പോൾ നല്ലപോലെ അത് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കറിക്ക് എടുത്താൽ മതി. ചപ്പാത്തിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് കറിയും കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഞാനിപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ കുക്കർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ എങ്കിലും കുക്കറിനകത്ത് നമുക്ക് വേണം. ഒരു 2 വിസിൽ നല്ലപോലെ അടിച്ചിട്ട് 2 ചെറിയ വിസിലൂടെ അടിച്ച് അപ്പോഴത്തേക്ക് നല്ല പാകത്തിന് അത് വെന്ത് വരുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ സവാള എടുത്തു. സവാള ആവശ്യമുണ്ട്, തക്കാളി ആവശ്യമുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില, നമ്മുടെ പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ട് കറിവേപ്പില നമ്മുടെ സവാള ഞാൻ നല്ല നീളത്തിൽ അരിഞ്ഞിട്ട്, എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് അത് ഒന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരണ്ട് മൂത്ത് അതിൻ്റെ നിറം ഒന്ന് മാറണം. മൂത്ത് നല്ലപോലെ മൂക്കണ്ട, ഒന്ന് നിറം മാറി വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സവാള ഇട്ട് അതും കൂടെ വഴറ്റാനിട്ട് സവാളയുടെ കൂടെ തന്നെ കറിവേപ്പിലയും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് ഞാൻ എടുത്തുള്ളൂ. ഒരുപാട് എരിവ് വേണ്ടെന്ന് വിചാരിച്ചു. 2 പച്ചമുളകും ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റാനായിട്ട് വെച്ചേ. അതൊന്ന് ഒന്ന് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 2.5 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്ത് അതും ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗരം മസാല ഞാനൊരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വരണം. അതുവരെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് തക്കാളി നല്ലപോലെ ഉടയുമല്ലോ. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാലും അത്രയില്ല, അത് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് അതൊന്ന് നല്ലപോലെ ആ മസാലയായിട്ടൊക്കെ പിടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിന് തുറന്ന് അതിനകത്തുനിന്നുള്ള നമ്മുടെ ഗ്രീൻ പീസൊക്കെ നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് ഒന്നിച്ചതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല കുറുകി വരുന്നവരെ, ഇച്ചിരിയും കൂടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ല കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണേ. അങ്ങനെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കറിയൊക്കെ ഏകദേശം ആയപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ ചപ്പാത്തിക്കെല്ലാം കുഴച്ചൊക്കെ വെച്ചിരുന്നു. ചപ്പാത്തിക്ക് കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി നമുക്ക് കിട്ടും. അല്ലാതെ അപ്പളേ കുഴച്ച് അന്നേരമേ അത് ഉണ്ടാക്കാൻ നിന്നപ്പെടുത്തില്ല. ഒരു 1/2 hour മുമ്പെങ്കിലും ചപ്പാത്തിക്ക് കുഴച്ച് വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തി നല്ലപോലെ തിന്നായിട്ട് പരത്തി അതും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇതാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കും ചോറിനോട് അത്ര താല്പര്യമില്ല, അവർക്കും ഇങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളാണ് കൂടുതലിഷ്ടം. ചപ്പാത്തിയാണ് മെയിനായിട്ടും. ചപ്പാത്തിയോട് എന്തും ഉണ്ടെങ്കിലും ചപ്പാത്തി കഴിക്കുക, ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ അങ്ങനെയാണ്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുന്നവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. നാളെ ഒരു വീഡിയോ ആയിട്ട് വരാമേ. ബൈ.